കേരളം പാരമ്പര്യത്തിലേക്ക് മടങ്ങണം, തിരിച്ചു പോകണമെന്ന് ഹമീദ് ഫൈസി അമ്പലക്കടവ്. അദ്ദേഹം ഇത് പറയുമ്പോൾ അതിനർത്ഥം നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിൽക്കും മത സൗഹാർദ്ദത്തിന്റെ അടിത്തറ പരസ്പര ബഹുമാനമാണെന്നാണ്. മറ്റു മതസ്ഥരുടെ ആചാരങ്ങളിലോ ഭരണ സംവിധാനങ്ങളിലോ മുസ്ലിം സമുദായം ഇടപെടാറില്ല. ദേവസ്വം ബോർഡിലോ മറ്റ് ക്രൈസ്തവ സഭാ സമിതികളിലോ മുസ്ലിം പ്രതിനിധികളെ ഉൾപ്പെടുത്താൻ ആരെങ്കിലും ആവശ്യപ്പെടാറുണ്ടോ? ഇല്ല. കാരണം അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. അതേ സ്വാതന്ത്ര്യവും പാരമ്പര്യവും വഖഫ് ബോർഡിന്റെ കാര്യത്തിലും നിലനിൽക്കണം. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വഖഫ് എന്താണെന്നുള്ളതാണ്. മുസ്ലിം മതവിശ്വാസികൾ തങ്ങളുടെ സ്വത്തുക്കൾ അള്ളാഹുവിന്റെ പ്രീതിക്കായി മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്ക് മാത്രമായി നീക്കിവെക്കുന്നതിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. ഇത് പൂർണ്ണമായും ഒരു ഇസ്ലാമിക മതപരമായ സംവിധാനമാണ്. ആചാരങ്ങൾക്കും നിയമങ്ങൾക്കും അനുസൃതമായി ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് ആ മതത്തിൽ വിശ്വസിക്കുന്നവരുടെ മാത്രം ഉത്തരവാദിത്വവും അവകാശവുമാണ്. മുസ്ലിം സമുദായത്തിന്റെ മതപരമായ ആചാരങ്ങളുമായും സ്വത്തുക്കളുമായും നേരിട്ട് ബന്ധമുള്ള വഖഫിന്റെ ബോർഡിലേക്ക് മുസ്ലിം ഇതര വിഭാഗങ്ങളെ ഉൾപ്പെടുത്താനുള്ള നീക്കങ്ങൾക്കെതിരെ സമസ്ത നേതാവ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉയർത്തിയ ശബ്ദം കേവലം ഒരു പ്രസ്താവനയല്ല, മറിച്ച് ചരിത്രപരമായ വസ്തുതകളിൽ ഊന്നിയുള്ള വലിയൊരു മുന്നറിയിപ്പാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 26 അനുസരിച്ച് എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ മതപരമായ കാര്യങ്ങൾ സ്വയം മാനേജ് ചെയ്യാനുള്ള മൗലികപരമായ അവകാശമുണ്ട്. വഖഫ് ബോർഡിന്റെ ഘടനയിൽ മാറ്റം വരുത്താനും മുസ്ലിം ഇതര വിഭാഗങ്ങളെ അതിൽ തിരികെ കയറ്റാനും ശ്രമിക്കുന്നത് ഈ ഭരണഘടനാപരമായ അവകാശത്തിന്റെ മേലുള്ള കടന്നുകയറ്റാണ്. ഇത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് ചേർന്നതല്ല. കേരളത്തിന്റെ മതേതരത്വം നിലനിന്നു പോകുന്നത് ഓരോ മതവിഭാഗത്തിനും അവരുടേതായ വിശ്വാസങ്ങൾ അതാതു രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവാദമുള്ളത് കൊണ്ടാണ്. ഈ പരമ്പരാഗതമായ രീതിയെ തകർക്കുന്നത് സമൂഹത്തിൽ അനാവശ്യമായ ഭിന്നതകൾ മാത്രമേ ഉണ്ടാക്കൂ. അതുകൊണ്ട് തന്നെ വഖഫ് ബോർഡിന്റെ സ്വയം ഭരണാധികാരവും അതിന്റെ മതപരമായ സ്വഭാവവും നിലനിർത്തണമെന്ന സമസ്തയുടെയും ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെയും അതേപോലെ തന്നെ ഇന്നലെ മിനിഞ്ഞാന്നോ സത്താർ പന്തല്ലൂർ അടക്കമുള്ള ആളുകൾ ഒക്കെ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ആ നിലപാട് തികച്ചും ന്യായവും പിന്തുണക്കപ്പെടേണ്ടതുമാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായവും. ഇതിൽ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റുള്ള സംഗതിയോ ഒന്നും ഉണ്ടായിട്ടല്ല. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടാനും അതിനു വേണ്ടിയൊക്കെ നിലപാട് സ്വീകരിക്കാനും എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. നന്ദി.